നീ റീപ്ലേസ്മെന്റ് എന്ന് നമ്മൾ കുറെ കാലമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രൊസീജിയറാണ്. പലർക്കും ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവണമെന്നില്ല. മുട്ട് മൊത്തമായിട്ട് എടുത്ത് മാറ്റി പുതിയ തികച്ചും കൃത്യമായ ഒരു അവയവം പിടിപ്പിക്കുന്ന ഒരു സർജറിയാണ് എന്ന് ആണ് ചിലർക്ക് എങ്കിലും ഒരു ധാരണയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടും ഒരു 20% ആളുകളും നോട്ട് ഹാപ്പി വിത്ത് ദ നീ റീപ്ലേസ്മെന്റ്. യു മേ നോട്ട് ഫീൽ യുവർ നീ ക്വൈറ്റ് നാച്ചുറൽ. നമ്മളുടെ മുമ്പുണ്ടായിരുന്ന നീ പോലെ നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല. കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള നീ റീപ്ലേസ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ അത്ര ആക്യുറേറ്റ് ആയിരിക്കും ഈ റോബോട്ടിക്സ് വെച്ച് ചെയ്യുന്നത്. ഫുള്ളി ഓട്ടോമേറ്റഡ് റോബോട്ട്സ് ഉണ്ട്. അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഫീഡ് ചെയ്തതിന് ശേഷം സർജൻ അത് തന്നെ സൂപ്പർവൈസ് ചെയ്യത്തേ ഉള്ളൂ. റോബോട്ട് വിൽ ടേക്ക് ഓൾ ദ കട്ട്സ്. ഈ റോബോട്ടിക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഒബ്ജക്റ്റീവ് ആണ് കാര്യങ്ങൾ. അതായത് ഡോക്ടർ ചെയ്തത് എന്താണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട്. റോബോട്ടിക് ആയിട്ടുള്ള സർജറിക്കിടയിൽ യന്ത്ര തകരാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫെയിലിയറോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത പ്രോട്ടോകോൾ എന്താണ്? എല്ലാവരും വിചാരിക്കുന്ന കണക്ക് റോബോട്ട് അല്ല സർജറി ചെയ്യുന്നത്. അതിന്റെ പുറത്ത് എപ്പോഴും ഒരു ഹ്യൂമൻ കൺട്രോൾ ഉണ്ട്. ഒരു ദിവസം ഈ സർജൻ വേണ്ട, ഇനി റോബോട്ടും എയും മാത്രം മതി, അവർ സർജറി ചെയ്തോളും എന്നൊരു സാഹചര്യം വരാൻ സാധ്യതയുണ്ടോ? ഏറ്റവും അവസാനം റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് സർജനെയാണ്. കാര്യം ഒരു സർജൻ ഫേസ് ചെയ്യുന്നത്ര ഒരു കോംപ്ലിക്കേറ്റഡ് സിനാരിയോസ് സത്യത്തിൽ വേറൊരു പ്രൊഫഷണലിലും ഫേസ് ചെയ്യുന്നില്ല. ജീവിതശൈലി മാറിയതോടെ വാർദ്ധക്യത്തിൽ മാത്രമല്ല മധ്യവയസ്സിൽ പോലും പലരെയും അലട്ടുന്ന ഗുരുതര പ്രശ്നമായി മുട്ടുവേദന മാറുകയാണ്. ഇതിനുള്ള ഏറ്റവും ഫലപ്രദമായ പരിഹാരമാണ് മുട്ടുമാറ്റിവെക്കൽ അഥവാ നീ റീപ്ലേസ്മെന്റ് സർജറി. ഇവിടെ ഒരു സർജന്റെ കൈത്തഴക്കവും അനുഭവവും റോബോട്ടിക് സാങ്കേതികവിദ്യയുടെ സൂക്ഷ്മതയ്ക്കൊപ്പം ചേർന്ന് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഈ മേഖലയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ 2 പതിറ്റാണ്ടിന്റെ പരിചയസമ്പത്തും 2000-ലധികം വിജയകരമായ സർജറികളുടെ ക്രെഡിറ്റുമുള്ള SP മെഡിഫോർട്ട് ആശുപത്രിയിലെ റോബോട്ടിക് നീ റീപ്ലേസ്മെന്റ് സർജനും ഓർത്തോപീഡിക് സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ നിരഞ്ജൻ TJ. നീ റീപ്ലേസ്മെന്റ് എന്ന് നമ്മൾ കുറെ കാലമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പം പലർക്കും ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവണമെന്നില്ല. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? നമ്മുടെ ശരീരത്തിന് സുഗമമായ ചലനം സാധ്യമാക്കുന്ന ജോയിൻസ് ആണ്. ജോയിൻസിന്റെ ഉപരിതലം ഒരു കാർട്ടിലേജ് എന്ന് പറയുന്ന കട്ടിയുള്ള മിനുസമുള്ള ഒരു പ്രതലം കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്മൂത്തായിട്ട് ജോയിൻസ് വർക്ക് ചെയ്യുന്നത്. അപകടം കൊണ്ടോ എന്തെങ്കിലും അസുഖം കൊണ്ടോ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉള്ള അസുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിയോ മറ്റെന്തെങ്കിലും അസുഖം കൊണ്ടോ അല്ലെങ്കിൽ നേരിട്ട് തന്നെ നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ടോ പൊണ്ണത്തടി കൊണ്ടോ നമ്മുടെ സ്പോർട്സ് ഇഞ്ചുറി കൊണ്ടോ ഒക്കെ എന്തെങ്കിലും കാരണവശാൽ ഈ സ്മൂത്തായിട്ടുള്ള ആവരണത്തിന്